ഹലോ മൈ ഡിയർ റോങ് നമ്പർ എന്ന സിനിമയിലെ പാട്ടാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. 1986 ഈ സിനിമ റിലീസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സംവിധാനം പ്രിയദർശനാണ്. ഇതിലെ പാട്ടുകൾ കമ്പോസ് ചെയ്തിരിക്കുന്നത് രഘുകുമാറാണ്. പാട്ടുകൾ എഴുതിയിരിക്കുന്നത് എസ് രമേശൻ നായർ. ഈ പാട്ട് പാടിയിരിക്കുന്നത് യേശുദാസ് സാറും ചിത്രചേച്ചിയും ചേർന്നിട്ടാണ്. നമസ്കാരം, എൻ്റെ പേര് ആനന്ദ്. മൈ പ്രഷ്യസ് ട്യൂൺസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. Is it 66557? Yes. May I speak to Miss Sunita Menon? No, it's wrong number. രഘുകുമാർ സാറ് അദ്ദേഹത്തിൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു തബലിസ്റ്റായിട്ടാണ്. അദ്ദേഹത്തിന് കുട്ടിക്കാലം മുതലേ സംഗീതത്തിനോടുള്ള ഇഷ്ടം കൊണ്ട് അദ്ദേഹം ആദ്യം പാട്ട് പഠിച്ചിട്ടാണ് തുടങ്ങുന്നത്. അതിനുശേഷം അദ്ദേഹത്തിന് ഹിന്ദുസ്ഥാനി സംഗീതത്തിനോടുള്ള ഇഷ്ടം കൊണ്ട് അദ്ദേഹം സിത്താർ പഠിക്കുന്നുണ്ട്. പക്ഷേ എപ്പോഴും അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ് തബലയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം തബലയിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പിന്നീട് ഏറ്റവും പ്രശസ്തനാകുന്നതും തബല വായിക്കുന്നതിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിലെ എല്ലാ പ്രശസ്തരായ പാട്ടുകാരുടെയും കൂടെ യേശുദാസ് സാർ അടക്കമുള്ള പാട്ടുകാരുടെയും ഗാനമേളയ്ക്ക് അദ്ദേഹം തബല വായിക്കുന്നുണ്ട്. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് അദ്ദേഹം ചെന്നൈയിലേക്ക് പോകുന്നു. അവിടെ അദ്ദേഹത്തിൻ്റെ ഒരു റിലേറ്റീവ് വഴിയാണ് അദ്ദേഹം ആർ കെ ശേഖർ സാറിനെ പരിചയപ്പെടുന്നത്. പിന്നീട് ആർ കെ ശേഖർ സാറാണ് അദ്ദേഹത്തിനെ സിനിമാ പാട്ടുകൾക്ക് തബല വായിക്കാനായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലും അതുകൊണ്ടാണ് ആർ കെ ശേഖർ സാറിൻ്റെ കാര്യം പറയുന്നത്. നമ്മൾ മനസ്സിലാക്കാതെ പോയ ഒരു വലിയൊരു കലാകാരനാണ് ആർ കെ ശേഖർ സാർ. പിന്നീട് രഘുകുമാർ സാറ് ആ ഒരു കാലഘട്ടത്തിൽ ദക്ഷിണാമൂർത്തി സ്വാമികളുടെ കൂടെയും ദേവരാജ മാസ്റ്ററിൻ്റെയും കൂടെയും ആ ഒരു കാലഘട്ടത്തിൽ എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെയും കൂടെ തബല അവരുടെ എല്ലാം പാട്ടുകൾക്ക് തബല വായിക്കുന്നുണ്ട്. എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ അദ്ദേഹം ദക്ഷിണാമൂർത്തി സ്വാമികൾക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ പാട്ടുകൾക്ക് വേണ്ടിയാണ് തബല വായിച്ചിരിക്കുന്നത്. പിന്നീട് അദ്ദേഹം ഇൻഡിവിജ്വലായിട്ട് ഒരു സിനിമയ്ക്ക് സംഗീതം നൽകുന്നത് 79 പക്ഷേ ആ സിനിമ റിലീസാകാതെ പോയി. അതിനുശേഷം 81 അദ്ദേഹം ആദ്യമായിട്ട് മ്യൂസിക് കമ്പോസ് ചെയ്യുന്നത്. ആ സിനിമയുടെ പേര് വിഷം എന്നാണെന്നാണ് ഞാൻ ഓർക്കുന്നത്. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കരിയർ ഒരു മ്യൂസിക് ഡയറക്ടർ എന്നുള്ള ഒരു ലേബലിൽ അദ്ദേഹത്തിൻ്റെ കരിയർ പിന്നീട് മുന്നിലേക്ക് പോകുന്നത്. അദ്ദേഹം മലയാള സിനിമയിൽ ഒരുപാട് സിനിമകൾക്ക് പാട്ട് ചെയ്തിട്ടില്ല. 30 സിനിമകൾക്കാണ് അദ്ദേഹം പാട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ നമ്മളൊരു 80s-ലെയും 90s-ലെയും പാട്ടുകൾ എടുക്കുമ്പോൾ രഘുകുമാർ സാറിൻ്റെ പാട്ട് ഒഴിവാക്കി നമുക്ക് ആ ഒരു ലിസ്റ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. അത്രത്തോളം ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടറാണ് അദ്ദേഹം. ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിരിക്കുന്നത് പ്രിയദർശൻ സാറിൻ്റെ സിനിമകൾക്കാണ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിരിക്കുന്നത്. താളവട്ടം. അപ്പോൾ ഇനിയും അതുപോലുള്ള പാട്ടുകൾ, അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ തന്നെ ഇനിയും നമുക്ക് ഇനി വരുന്ന എപ്പിസോഡിലൊക്കെ പരിചയപ്പെടാനുണ്ട്. നമുക്ക് ഈ പാട്ട് എഴുതിയ രമേശൻ നായർ സാറിനെ കുറിച്ച് പറയാം. അദ്ദേഹം 85 ആദ്യമായിട്ട് മലയാള സിനിമയിൽ പാട്ടെഴുതുന്നത്. പക്ഷേ അതിനു മുമ്പ് തന്നെ അദ്ദേഹം സാഹിത്യ രംഗത്ത് ഒരുപാട് പ്രശസ്തനായിരുന്നു ഓൾറെഡി. കാരണം അദ്ദേഹം ഒരുപാട് കൃതികൾ എഴുതിയിട്ടുണ്ട്, ഒരുപാട് കവിതാ സമാഹാരങ്ങൾ, ഒരുപാട് വിവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. തമിഴ് സാഹിത്യത്തിൽ നിന്നും ഒരുപാട് വിവർത്തനങ്ങൾ ചെയ്യുകയും സാഹിത്യത്തിൽ ഒരുപാട് അവാർഡ് കിട്ടിയിട്ടുള്ള ഒരു ബ്രില്യൻ്റ് ഒരു റൈറ്ററാണ് എസ് രമേശൻ നായർ. അദ്ദേഹം രഘുകുമാർ സാറുമായിട്ടുള്ള ഒരു കോമ്പിനേഷനായിട്ട് പാട്ട് ചെയ്തിരിക്കുന്നത് ഈ സിനിമയ്ക്ക് മാത്രമേ ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് പാട്ടുകൾ ഒരുക്കിയിട്ടുള്ളൂ. രമേശൻ നായർ സാറ് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ബേണി ഇഗ്നേഷ്യസിന് വേണ്ടിയാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ പാട്ടുകൾ സിനിമയ്ക്ക് വേണ്ടി എഴുതിയിരിക്കുന്നത്. ഈ പാട്ടും വളരെ രസമാണ്. ഇതിൻ്റെ ആ ഒരു സ്പീഡിലുള്ള ഒരു പോർഷനൊക്കെ ഉണ്ട്. അവിടെ വരുന്ന വരികളൊക്കെ വളരെ ഭംഗിയാണത് കേൾക്കാനായിട്ട്. പിന്നെ ഈ പാട്ട് പാടിയിരിക്കുന്ന യേശുദാസ് സാറും ചിത്രചേച്ചിയും കൂടെയാണ്. വല്ലാത്തൊരു ഫീലിംഗാണ്. ഒരു ആദ്യത്തെ പ്രണയത്തിൻ്റെയൊക്കെ ഒരു ഫീൽ മുഴുവൻ നമുക്ക് ഈ പാട്ടിനകത്ത് അവർ ആ പാടുന്നതിനകത്ത് കിട്ടും. എനിക്കൊരുപാട് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പാട്ടാണിത്. ഇതിലേറ്റവും എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ആ ഒരു പാട്ട് തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു പറയുന്നുണ്ട് യേശുദാസ് സാറും ചിത്രചേച്ചിയും കൂടെ, ഈസ് ഇറ്റ് 55667 എന്ന് ചോദിക്കുമ്പോൾ നോ ഇറ്റ്സ് റോങ് നമ്പർ എന്ന് ചിത്രചേച്ചി പറയുമ്പോൾ ആ റോങ് നമ്പർ എന്ന് പറയുന്നിടത്ത് ഒരു ചെറിയൊരു ചിരിയിടും. അത് കേൾക്കാൻ ഒരു രക്ഷയില്ല. പിന്നെ എന്താണ് ചിത്രചേച്ചിയെ നമുക്ക് ഇഷ്ടപ്പെടാൻ ഒരു കാരണം കൂടെ എന്നേ അത് പറയാനുള്ളൂ. അതുപോലെ ഭംഗിയാണ് യേശുദാസ് സാറും ചിത്രചേച്ചിയും കൂടെ ആ ഒരു ഡയലോഗ് പറയുന്നത്. അതിനുശേഷം ആ പാട്ട് അതിഗംഭീരമായി പാടിയിട്ടുണ്ട്. നമുക്ക് ഏതായാലും ആ പാട്ട് ഒന്ന് പരിചയപ്പെടാം. നീ എൻ കിനാവോ
പൂവോ നിലാവോ രാഗം തുളുമ്പും പൂന്തേൻ കുഴമ്പോ നീ എൻ കിനാവോ പൂവോ നിലാവോ രാഗം തുളുമ്പും പൂന്തേൻ കുഴമ്പോ നീ എൻ മധുമതി മലർമിഴി മധുകണ മുതിരും രതിലയ സുഖമായി അമൃതിനു കുളിരായി അഴകിനു അഴകായി ചിറകിനു ചിറകായി ചിരികളിലുയിരായി വാ നീ എൻ കിനാവോ പൂവോ നിലാവോ രാഗം തുളുമ്പും പൂന്തേൻ കുഴമ്പോ നീ എൻ ഗാനങ്ങളിൽ നെഞ്ചിൻ താളങ്ങളിൽ കാണും സ്വപ്നങ്ങളിൽ സ്വർഗം തീർക്കുന്നുവോ നീ എൻ ഗാനങ്ങളിൽ നെഞ്ചിൻ താളങ്ങളിൽ കാണും സ്വപ്നങ്ങളിൽ സ്വർഗം തീർക്കുന്നുവോ നീ എൻ കനവിനു നിറമായി മലരിന് മണമായി കരളിന് സുഖമായി കലയുടെ ചിറകായി മിഴിയുടെ തണലായി മൊഴിയുടെ കുളിരായി കവിതകൾ പാടാൻ വാ നീ എൻ കിനാവോ പൂവോ നിലാവോ രാഗം തുളുമ്പും പൂന്തേൻ കുഴമ്പോ ലാ 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 ലാ. പാട്ട് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ പാട്ട് പാടുന്നത് ചില ആളുകൾക്കെങ്കിലും ഒരു ഇഷ്ടമാകാതെ വരുന്നുണ്ട്, അവർ കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു ചെറിയൊരു റിക്വസ്റ്റ് ഉള്ളത്, ഞാൻ പാടുന്നത് കുറച്ചെങ്കിലും നന്നാകുന്നുണ്ട് എന്ന് അഭിപ്രായമുള്ളവരും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്കൊരു ചെറിയൊരു മോട്ടിവേഷൻ ആയേനെ. വെറുതെ പറഞ്ഞതാണ്. നിങ്ങൾ ചാനൽ കാണുക. പിന്നെ പാട്ട് പാടുന്നത് ഇഷ്ടമില്ലാത്തവർക്ക് ആ ഒരു പാട്ടിൻ്റെ ഒരു പോർഷൻ സ്കിപ്പ് ചെയ്ത് കാണുകയാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം നമ്മൾ ഈ ഒരു ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ ഒരു ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരിക്കും പാട്ടുകൾ പരിചയപ്പെടുക, നമ്മൾ മറന്നുപോയ പാട്ടുകൾ പരിചയപ്പെടുക എന്നുള്ളതാണ്. പിന്നെ ഞാൻ പാടുന്നത് എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയാണ്. നമുക്ക് പാട്ടെന്ന് പറയുമ്പോൾ നമുക്ക് പാട്ട് പാടാൻ ഇഷ്ടമില്ലാത്ത ആരാ ലോകത്തുള്ളതല്ലേ? ഒരു മൂളിപ്പാട്ടെങ്കിലും നമുക്ക് പാടാൻ എപ്പോഴും ഒരു കൊതി ഉണ്ടാവില്ലേ? അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു സന്തോഷത്തിന് പാടുന്നതാണ്. അപ്പം ഞാൻ എൻ്റെ ഒരു സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു എന്ന് മാത്രം. അപ്പം ആ പാട്ട് പാടുന്നത് ഇഷ്ടമാകാത്തവർ ആ ഒരു പോർഷൻ സ്കിപ്പ് ചെയ്ത് കാണുക. പിന്നെ ഞാൻ പാടുന്നത് കുറച്ചെങ്കിലും ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചെങ്കിലും നന്നാകുന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ വലിയ സന്തോഷം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം, ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്. അപ്പോൾ നമുക്ക് സിനിമാ വിശേഷങ്ങളിലേക്ക് പോകാം. ഈ സിനിമ ഒരു 100% ഒരു പ്രിയദർശൻ മൂവിയാണ്. ഒരു ടിപ്പിക്കൽ പ്രിയദർശൻ മൂവിയാണ്. തുടക്കം മുതൽ അവസാനം വരെ നമുക്ക് ചിരിക്കാനുള്ള ഒരുപാട് സന്ദർഭങ്ങൾ അദ്ദേഹം ഒരുക്കി വെച്ചിട്ടുണ്ട് ഈ സിനിമയിൽ. പിന്നെ എൻഡിങ് അത്രയൊരു ഭംഗിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. അത് ഞാൻ സിനിമ യൂട്യൂബിലാണ് കണ്ടത്. അപ്പോൾ അതിൽ ഒരുപാട് കമൻറ്റും അതുപോലെ തന്നെ ഒരുപാട് പേരങ്ങനെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. എൻഡിങ് ഒരു ഭംഗിയായില്ല, ഒരു പ്ലാൻ ചെയ്യാത്ത ഒരു എൻഡിങ് പോലെയാണ് ഫീൽ ചെയ്തത്. അതൊരു തൃപ്തിയായില്ല. പക്ഷേ സിനിമ എൻറ്റയർലി ഒരുപാട് കോമഡികളുണ്ട്. ഇപ്പം മോഹൻലാൽ സാറിൻ്റെ ഒരു പെർഫോമൻസ് പറയാതിരിക്കാൻ പറ്റില്ല. ഒരു 3 മിനിറ്റ് ക്യാമറ കട്ട് ചെയ്യാതെ ഒരു സീനുണ്ട്. നമ്മൾ പലപ്പോഴും അത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും ആ സീന്. അദ്ദേഹം ആ സിനിമയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മുതൽ അദ്ദേഹം ആ ഒരു സീൻ വരെ നടക്കുന്ന കാര്യങ്ങൾ ഒരു 3 മിനിറ്റ് കൊണ്ട് ക്യാമറ കട്ട് ചെയ്യാതെ അദ്ദേഹത്തിൻ്റെ കൂടെ ഇങ്ങനെ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും മാത്രമേ മൂവ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആ ഒരു സീനിൽ ഒരു കട്ടുമില്ലാതെ അദ്ദേഹം ആ ഡയലോഗ് മുഴുവൻ പറയുന്നത് അത് അതിഗംഭീരമാണ്. കാരണം ഒരു സമയത്ത് ജഗതി സാറ് ഈ തോക്ക് ചൂണ്ടി വെക്കുന്നുണ്ട്. അപ്പോൾ ആ തോക്ക് പുള്ളി കൈ അങ്ങോട്ട് തട്ടുമ്പോൾ തിരിച്ച് ആ തോക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് അടിക്കുന്നുണ്ട് ശരിക്കും. അങ്ങനെ 2-3 ഒരു അപകടം പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന 2-3 സീനുകളുണ്ട്. അത് ആദ്യം ക്യാപ്റ്റൻ രാജുവിനെ പരിചയപ്പെടുത്തുന്ന ആ ഒരു സമയം, അദ്ദേഹത്തിനെ ക്യാപ്റ്റൻ രാജു മോഹൻലാലിനെ ഇടിച്ചിട്ട് അദ്ദേഹം ഒരു കട്ടിലേക്ക് തലകുത്തി മറിഞ്ഞിട്ട് ഒരു ഗുണ്ടയായിട്ട് ക്യാപ്റ്റൻ രാജുവിൻ്റെ ഒരു ഹെൽപ്പറായിട്ട് നിൽക്കുന്ന ആൾ മോഹൻലാൽ സാറിനെ കാലിൽ പൊക്കി നിർത്തുന്നുണ്ട്. അപ്പോൾ ആ നിർത്തുന്ന സമയത്ത് ശരിക്കും ഒരു പോയിന്റിൽ അദ്ദേഹത്തിൻ്റെ കഴുത്തിങ്ങനെ വളഞ്ഞു പോകുന്നുണ്ട്. നമുക്ക് ശരിക്കും അത് കാണുമ്പം വല്ലാത്തൊരു പേടി തോന്നും. അതുപോലെ കഴുത്ത് ഇങ്ങനെ വളയുന്നുണ്ട്. പിന്നെ ഒരു ഓൾമോസ്റ്റ് ഒരു ലാസ്റ്റ് സീനൊക്കെ ആകുമ്പോഴത്തേക്ക് കുറേ കാറുകളുടെ മേളിലൂടെ അദ്ദേഹം ഓടുന്നുണ്ട്. അപ്പോൾ അത് ഒരു പ്രീമിയർ പത്മിനിയുടെ കാറിൻ്റെ മേളിൽ നിന്നൊരു വാനിൻ്റെ മേളിലേക്ക് പ്രീമിയർ പത്മിനിയുടെ മേളിലേക്ക് അദ്ദേഹം
ഇങ്ങനെ അടിച്ചു വീഴുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഈ ഡ്യൂപ്പിടാതെയാണല്ലോ അദ്ദേഹം സ്റ്റണ്ടുകൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വീഴുന്ന കാണുമ്പോൾ നമുക്ക് ശരിക്കും അത് അദ്ദേഹത്തിൻ്റെ ഒരു കമ്മിറ്റ്മെൻറ്റാണ് അല്ലേ, ആ ഒരു സിനിമയോടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കമ്മിറ്റ്മെൻറ്റ് എന്താണ്, നമുക്ക് എത്ര പ്രശംസിച്ചാലും പറ്റാത്തതാണ്. അത്രത്തോളം കമ്മിറ്റഡാണ് അദ്ദേഹം ആ സിനിമയോട്. പിന്നെ ജഗതി സാറിൻ്റെ അത് പറയാതിരിക്കാൻ പറ്റില്ല. ജഗതി സാർ അത് ഈ സിനിമയിൽ ഒരു മുഴുനീളം കഥാപാത്രമല്ല, പക്ഷേ അദ്ദേഹം ഇടയ്ക്കിടയ്ക്കാണ് വരുന്നത്. ആ ഒരു പോർഷനിലെല്ലാം അദ്ദേഹം അതിഗംഭീരമായിട്ടാണ് ചെയ്യുന്നത്. ഞാനൊരു 3 സീൻ അദ്ദേഹത്തിൻ്റെ പറയാം. അതായത് അദ്ദേഹം മോഹൻലാൽ സാറുമായിട്ട് ഒരു വീട്ടിലേക്ക് വരുന്ന ഒരു സീനുണ്ട്. അപ്പോൾ അവിടെ ഒരു ഡ്രൈവർ നിൽക്കുന്ന ഡ്രൈവറോട്, ഇത് വളരെ പ്രശസ്തമായൊരു കോമഡിയാണ്, നിങ്ങൾക്കെല്ലാം ഒരു പക്ഷേ അറിയാമായിരിക്കും. ആ ഒരു ഡ്രൈവറോട് ലൈസൻസ് ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ അയാൾ ലൈസൻസ് ഉണ്ടെന്ന് പറയും. അപ്പോൾ തിരിച്ച് അതിന് ഉത്തരമായിട്ട് ജഗതി പറയുന്ന ഡയലോഗിന് നമുക്കൊരു കംബാക്ക് ഇല്ല. കാരണം അതിന് നമുക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റത്തില്ല. ലൈസൻസ് ഉണ്ടോടാ, ഉണ്ടെങ്കിൽ എന്ന് പറയുന്ന ആ ഒരു ഡയലോഗുണ്ട്. അത് അതിഗംഭീരമാണ്. അത് നമുക്ക് എങ്ങനെയാണ് അങ്ങനെ ഒരു തോട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വരുന്നതെന്ന് അറിയാൻ പറ്റില്ല. അങ്ങനെ ഒരു കോമഡി. അതിനുശേഷം ഏറ്റവും ഞാൻ ചിരിച്ചത്, കാരണം ഞാൻ ആ ഒരു സീൻ ഈ ഒരു സീൻ ഞാൻ എന്തോ 5-6 പ്രാവശ്യം ഇട്ട് കണ്ടു. അതായത് മോഹൻലാൽ സാറിനും മണിയമ്പിള്ള രാജുവിനെയും കൂടെ ജഗതി ഒരു പോലീസ് ഓഫീസറായിട്ടാണ്. അപ്പോൾ അദ്ദേഹം ഓടിക്കുന്ന ഒരു സീനുണ്ട്. അപ്പോൾ ഒരു സീനിൽ മണിയമ്പിള്ള രാജു വലത്തേക്ക് ഓടും, മോഹൻലാൽ ഇടത്തേക്ക് ഓടും. അപ്പോൾ ലിറ്ററലി ജഗതി സാറിൻ്റെ ഓടുന്നതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഒരു കാല് ഇടത്തോട്ടും ഒരു കാല് വലത്തോട്ടും ഓടുന്ന കാണാൻ പറ്റും. അദ്ദേഹം എങ്ങനെയാണത് ചെയ്യുന്നതെന്നറിയില്ല. നിങ്ങൾ ആ സീൻ കാണുക. ഞാൻ പറ്റുവാണെങ്കിൽ ഞാൻ അതിൻ്റെ സിനിമയിലെ ആ ടൈമിങ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആ ഒരു സീൻ കണ്ടു നോക്കുക. ഞാനത് ഒരുപാട് പ്രാവശ്യം ഇട്ട് നോക്കി. ഓരോ പ്രാവശ്യം കാണുമ്പോഴും നമുക്ക് വല്ലാതെ ചിരി തോന്നും, വല്ലാതെ സന്തോഷം തോന്നും. ഒരുപാട് ചിരിക്കാനുണ്ട് ആ ഒരു പോർഷൻ. ശരിക്കും അദ്ദേഹം അങ്ങനെ നമ്മൾ മറ്റേ ടോം ആൻഡ് ജെറിയിലൊക്കെ കാണുന്ന പോലെ ടോമിൻ്റെ ഒരു പോർഷൻ അങ്ങോട്ടും ഒരു പോർഷൻ ഇങ്ങോട്ടും പോകുന്നു എന്ന് പറയുന്ന പോലെ തന്നെയാണ് ശരിക്കും അദ്ദേഹം ആ ഇടതുകാല് ഒരു കാല് ഇടത്തോട്ടും ഒരു കാല് വലത്തോട്ടും ഓടും അങ്ങനെ. പിന്നീട് ഏറ്റവും ലാസ്റ്റുള്ളൊരു സീനും അത് ഒരു ഭയങ്കര ഒരു ഗംഭീര സീനുകളൊന്നുമല്ല, വലിയൊരു കോമഡിയല്ല അത്. പക്ഷേ എനിക്കത് ഭയങ്കര കോമഡിയായിട്ട് ഫീൽ ചെയ്തു. കാരണം അവസാനത്തെ സീനിൽ ക്യാപ്റ്റൻ രാജുവിൻ്റെ കഥാപാത്രത്തിനെ ജഗതി സാറ് ഈ ഒരു തോക്ക് ചൂണ്ടി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ബാക്കി ഗുണ്ടകളും കാര്യങ്ങളും ഒക്കെ പോയി, അവിടെ ആരുമില്ല, ജഗതി മാത്രമേ ഉള്ളൂ അവിടെ. അപ്പം മോഹൻലാലും ലിസിയും കൂടെ ഒരു കാർ എടുത്തുകൊണ്ട് വന്നേച്ച് ജഗതിയെ വിളിച്ചുകൊണ്ട് പോകും. അപ്പം ജഗതിയോട് വരാൻ പറയും. അപ്പം ജഗതി അതിൽ കയറിയിട്ട് വലിയ ഉപകാരം എന്ന് പറയുന്നുണ്ട്. കാരണം പുള്ളി ഒറ്റയ്ക്കാണ് അവിടെ നിൽക്കുന്നത്. അപ്പം അവിടുന്ന് രക്ഷിക്കുന്നതിൻ്റെ ഒരു താങ്ക്സ് പോലെ പുള്ളി പറയുന്ന ആ ഒരു രീതിയുണ്ട്. അതും എനിക്ക് വളരെയധികം കോമഡി ആയിട്ട് ഫീൽ ചെയ്തു. അങ്ങനെ ഒരുപാട് ചിരിക്കാനുള്ളൊരു മൂവിയാണ്. ഈ ഒരു എൻഡിങ് മാത്രമാണ് ചെറിയൊരു നമുക്ക് എന്തെങ്കിലും ഒരു ക്രിറ്റിസൈസ് ചെയ്ത് പറയാൻ വേണ്ടി എന്തെങ്കിലും പറയാമെന്നുള്ളത്. പിന്നെ ഇപ്പം കഥയ്ക്ക് അങ്ങനെ ഇപ്പം ആദ്യത്തെ ഒരു ഇൻസിഡൻറ്റിലൊക്കെ ജഗന്നാഥ വർമ്മയുടെ കഥാപാത്രം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നൊരു രത്നങ്ങൾ നഷ്ടപ്പെട്ടു പോവുകയും അത് വീണ്ടെടുക്കാനുള്ള ഒരു പോലീസ് ഓഫീസറിൻ്റെ അദ്ദേഹം പറയുന്ന വീണ്ടെടുക്കാൻ വേണ്ടി അദ്ദേഹം കണ്ടെത്തുന്ന ഒരു രീതിയൊക്കെ ഒരുപക്ഷെ നമുക്ക് ഇന്ന് കാണുമ്പം അങ്ങനെയൊക്കെ ചിന്തിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ തോന്നാം. അത് നമ്മളീ പറയുന്ന പോലെ പഴയ കാലഘട്ടത്തിലെ സിനിമ പോലെ തന്നെ കാണുക. അപ്പോൾ അത് തീർച്ചയായിട്ടും എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു മൂവിയാണ്. ഒരുപാട് ചിരിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ ആ സിനിമയും കാണുക. ഞാൻ ആ സിനിമയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇതുകൊണ്ട് ഏതായാലും ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഇതുപോലെ മറന്നുപോയൊരു പാട്ടുമായിട്ട് തിരിച്ചു വരാം. സോ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ.